രാവിലെ 10 മുതൽ CPM ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിലും തുടർന്ന് 11 മുതൽ കടപ്പുറം റിക്രിയേഷൻ ഗ്രൗണ്ടിലും പൊതുദർശനം എന്നതാണ് നേരത്തെ നിശ്ചയിച്ചിരുന്നത്. ആ സമയത്തേക്ക് ഓടിയെത്താൻ കഴിയുമോ? കാരണം ഈ ആലപ്പുഴ ജില്ലയുടെ അതിർത്തിയിലേക്ക് കടക്കുമ്പോൾ തന്നെ അതിവൈകാരികമായി അതീവ ആദരവോടെയും ആവേശത്തോടെയും ജനങ്ങൾ എതിരേൽക്കുന്നതാണ് കാണുന്നത്. ഇത് കടന്നെത്തണം ഈ സമയത്തിലേക്ക്. ഈ സമയത്തിനുള്ളിൽ കടന്നെത്തുക എന്നുള്ളത് വലിയ കടമ്പയാണ്. കടന്നെത്താൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് നിസ്സംശയം പറയാൻ സാധിക്കും, അസാധ്യമാണ്. കാര്യം ഇനി അങ്ങോട്ട് കടന്നു പോകുന്നത് ആലപ്പുഴ ജില്ലയിലേക്ക് കടക്കുകയാണ്, VS-ന്റെ സ്വന്തം തട്ടകത്തിലേക്ക് കടക്കുകയാണ്. വിഭാഗീയ പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്തൊക്കെ തന്നെയായാലും VS-നൊപ്പം നിന്ന ഒരു ജില്ലയാണ്. VS-ലെ അതൊരു പാർട്ടി പ്രവർത്തകരല്ല, VS-നോടുള്ള വികാരമാണ്. VS ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഒരു മനുഷ്യനാണ്. മനുഷ്യനെ മാത്രമാണ് മനുഷ്യൻ്റെ വിഷമങ്ങളെ, മനുഷ്യൻ്റെ വൈകാരികതകളെയൊക്കെ തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കുക. നമുക്ക് ഇപ്പോൾ VS-ന്റെ ആ ഒരു ജാഥ കടന്നു വരുന്ന, VS-ന്റെ വിലാപയാത്ര കടന്നു വരുന്ന ആ സ്ഥലത്തേക്ക് എത്താൻ സാധിക്കും. മഹിളാ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് സൂസൻ കോടി അടക്കമുള്ള ആൾക്കാർ, അവരുടെയൊക്കെ നാടാണ് കരുനാഗപ്പള്ളിയിൽ നിന്ന് നേരെ ഓച്ചിറയിലേക്ക് എത്തിയിരിക്കുന്നു. സഖാവേ, VS വിടവാങ്ങുകയാണ്. വല്ലാത്തൊരു വിടവാണല്ലേ? വല്ലാത്തൊരു വിടവാണ്. അതിനെ സംബന്ധിച്ച് എന്താ പറയാൻ ഒക്കുന്നത്? കാരണം VS-ന്റെ ജീവിതം എന്ന് പറയുന്നത് തന്നെ പാർട്ടിയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ടതാണ്. പാർട്ടിയുടെ സ്ഥാപക അംഗം എന്നുള്ള നിലയിൽ അതിനു മുമ്പ് ഒരു അധ്യായം അവസാനിക്കുകയാണ്. ഞങ്ങളെല്ലാവരും എപ്പോഴും പ്രസംഗിക്കുമ്പോൾ നാഷണൽ കൗൺസിലിൽ നിന്ന് ഇറങ്ങി വന്ന 32 പേരിൽ അവശേഷിക്കുന്ന ഒരാൾ എന്നുള്ള അർത്ഥം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ആ അവസാന ആളും അവശേഷിച്ചിരിക്കുകയാണ്. അവൻ്റെ ജീവിതം എന്ന് പറയുന്നത് തന്നെ രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്കൊരു പാഠപുസ്തകമായിട്ട് മാറുകയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതം എവിടെ തുടങ്ങി, ഏതെല്ലാം പ്രതിസന്ധികളിലൂടെ കടന്നു വന്നു, അദ്ദേഹത്തിലുള്ള സമരം, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഒരു വലിയൊരു പാഠപുസ്തകമാണ്. പാർട്ടിക്കാർക്ക് വേണ്ടി മാത്രമായിരുന്നില്ല, ജനങ്ങൾക്ക് വേണ്ടി അവശത അനുഭവിക്കുന്ന. അതുകൊണ്ടാണ് ഈ നിങ്ങൾ നോക്ക്, ഇന്നലെ തൊട്ട് തുടങ്ങിയ ജനപ്രവാഹം എത്രമാത്രം സാധാരണ ജനങ്ങളെ VS-ന്റെ സ്മരണ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ആ നിലയിൽ അത് പാർട്ടിക്കാർക്ക് വേണ്ടി മാത്രമല്ലല്ലോ, അത് ഏറ്റെടുത്തുള്ള സമരമല്ല അതില്ലേ നമ്മളെ കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് സഖാവിൻ്റെ ഒരു പ്രവർത്തനവും രീതിയും നിലപാടുകളും എല്ലാം എങ്ങനെ ആകണം ഒരു കമ്മ്യൂണിസ്റ്റ്, ഒരു പൊതുപ്രവർത്തകൻ എന്നതെല്ലാം ഞങ്ങളെ വ്യക്തമായി പഠിപ്പിച്ചു തരുന്ന ഒരു മാതൃകയാണ്. സഖാവിൻ്റെ വേർപാട് വലിയ നികത്താനാവാത്ത വേദന തന്നെയാണ് എന്നുള്ളതാണ്. അത് നമ്മൾ സൂസൻ കോടിയുടെ വാക്കുകളാണ് കേട്ടത്. നേരത്തെ 84-ാമത്തെ വയസ്സിൽ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്താണ് VS അച്യുതാനന്ദൻ നടന്ന് ശബരിമലയിലേക്ക് കയറുന്നത്. അദ്ദേഹം വിശ്വാസിയൊന്നുമായിരുന്നില്ല, പക്ഷേ അദ്ദേഹം ആ ശബരിമലയിലെ വിശ്വാസികളുടെ വിഷയങ്ങൾ പഠിക്കാൻ വേണ്ടി പോയതാണ്. ഓച്ചിറ അദ്ദേഹത്തിന് വിട നൽകുകയാണ്. ഈ ശൂരനാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ഒരു യാത്രയപ്പ് എങ്ങനെയാണ്? വികാരപ്രദമായിട്ടാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചും ശൂരനാട് വിപ്ലവത്തിൻ്റെ മണ്ണാണ്. ഇതിലാണ് ഓച്ചിറയിലെത്തുന്നത്. ശൂരനാടെത്തുമ്പോൾ ശൂരനാട് ജനതയും ഓച്ചിറയിലെ ജനതയും നിറകണ്ണീരോടെയാണ് VS-നെ വരവേൽക്കുന്നത്. VS അവസാനമായി ഇവിടെ വന്നു പോയത് 2 പരിപാടികളിലാണ്. ഒന്ന് ഹോമിയോ ആശുപത്രിയുടെ തറക്കല്ലിടിയിലും ഓച്ചിറ തങ്കപ്പൻ സ്മാരക മന്ദിരത്തിലും എത്തിച്ചേർന്ന് എല്ലാവരുടെയും ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ച ഒരാളാണ്. ഒരിക്കലും ഞങ്ങൾക്ക് സഹിക്കാനൊക്കുന്ന ഒരു വിടവല്ല ഞങ്ങൾക്ക്. എന്തായാലും ഈ മനുഷ്യൻ്റെ വിടവ് നികത്താൻ ഈ ഓച്ചിറ സജ്ജമായി നിൽക്കുകയാണ്. ഓച്ചിറയിലെ മനുഷ്യസ്നേഹികളെല്ലാം എല്ലാവരും നിങ്ങൾ നോക്ക്, ജനത മൊത്തം ഇവിടെയുണ്ട്. അവരുടെ വികാരമാണ്, അവരുടെ വികാരം തുളുമ്പുകയാണ്. എന്തായാലും ഞാൻ കണ്ട യാത്രയിൽ ഏറ്റവും വലിയ യാത്രയപ്പാണ് VS-ന് ഓച്ചിറ നൽകുന്നത്. അടുത്ത ജില്ലയിലെ ആലപ്പുഴ ജില്ലയിലേക്ക് പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ ജന്മദേശത്തേക്ക് VS പോവുകയാണ്. VS-ന്റെ ആ പോരാളിത്തം, ആ വീരത്വം ഞങ്ങൾക്ക് എന്നും സ്മരണയാണുള്ളത്. ആ പോരാട്ടങ്ങളുടെ നടുവിൽ ഇവിടുത്തെ യുവജനങ്ങളും വിദ്യാർത്ഥികളും മഹിളകളും എല്ലാം ആപാലവൃദ്ധം ജനങ്ങൾ ഈ യാത്രയോടൊപ്പം പങ്കാളിയാകുന്ന കാഴ്ചയാണ് കാണുന്നത്. ഈ നാട്ടിൽ നിന്ന് തന്നെയാണ് ഞാൻ പ്രധാനപ്പെട്ട 2 CPM നേതാക്കന്മാരുടെ അവസാന യാത്ര കണ്ടത്. അതൊന്ന് EMS ആണ്, രണ്ടാമത്തേത് AK നയനാരുടേതാണ്. അങ്ങനെയുള്ള നയനാരുടെയും EMS-ന്റെയും വിലാപയാത്ര കണ്ട ശേഷം പിന്നീട് റിപ്പോർട്ട് ചെയ്തത് K കരുണാകരൻ്റെ വിലാപയാത്രയാണ്, ഉമ്മൻചാണ്ടിയുടെ വിലാപയാത്രയാണ്. അതേ അവസാനം ഇപ്പോൾ VS അച്യുതാനന്ദൻ്റെ വിലാപയാത്രയിലേക്ക് എത്തിയിരിക്കുന്നു. ഒരു മനുഷ്യനും ലഭിക്കാത്ത, ഒരു നേതാവിനും ലഭിക്കാത്ത തരത്തിലുള്ള ജനപങ്കാളിത്തം ആണ് VS അച്യുതാനന്ദന് ലഭിക്കുന്നത്. ഇത് എല്ലാവരും രാഷ്ട്രീയക്കാരോ അല്ലെങ്കിൽ CPM-കാരോ ഇടതുപക്ഷ അനുഭാവികളോ ഒന്നും തന്നെയാണെന്ന് പറയാനൊക്കില്ല. VS-നെ കൊണ്ട് ഒരു തവണയെങ്കിലും VS-ന്റെ പ്രവർത്തനങ്ങൾ മൂലം അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിച്ചിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഈ ഒരു സമരസഖാവിനെ ഈ നിമിഷമല്ലാതെ പിന്നെ എന്നാണ് കാണാൻ സാധിക്കുക എന്ന് ചിന്തിച്ചുകൊണ്ട് ഇവിടേക്ക് എത്തുന്ന ആൾക്കാർ, അവരൊക്കെ തന്നെയാണ് മഴയെ അവഗണിച്ചുകൊണ്ട് രാവിലെ പുലർച്ചെ മുതൽ അല്ലെങ്കിൽ ഇന്നലെ വൈകിട്ട് മുതൽ തന്നെ ഇവിടേക്ക് എത്തി അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഓച്ചിറയിലേക്ക് അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര കടന്നു വരും.
തീർച്ചയായിട്ടും ചോര വീണ മണ്ണിൽ നിന്നുയർന്നു വന്ന ഈ പൂമരം പൊഴിച്ച രക്തപുഷ്പങ്ങൾ ഈ ഭൂമിയിൽ എല്ലാ കാലവും അവശേഷിക്കും. ശൂണിമയാർന്ന അതെല്ലാ മനുഷ്യന്റെയും ഹൃദയം കവർന്നുകൊണ്ട് ഈ സമരസൂര്യന്റെ ഓർമ്മകൾ അങ്ങനെ ഇനിയുമേറെ നൂറ്റാണ്ടുകളോളം ഇവിടെ നിലനിൽക്കും ചരിത്രത്താളുകളിൽ.